നമ്മുടെ ഡെയിലി നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്ന് പറയും. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനം ഏതാണ്? നെല്ലിക്ക. പക്ഷേ നെല്ലിക്കയ്ക്ക് അത് മാത്രമല്ല വൈറ്റമിൻ സി അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്, ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ റിങ്കിൾസ് മാറാനും ആക്നി മാറാനും ആൻറ്റി ഏജിങ്ങും ഹൈഡ്രേറ്റ് ആവാനും എലാസിറ്റി എല്ലാത്തിനും നെല്ലിക്ക ഒരു പ്രധാന ഘടകമാണ്. മിക്കവാറും ഡ്രൈ ഫ്രൂട്ടിൽ ഹണി മിക്സ് ചെയ്ത് നെല്ലിക്ക വരാം. പക്ഷേ ചിലർക്കെങ്കിലും അത് കോസ്റ്റ്ലിയാണ്, ഡെയിലി 1-2 കഴിക്കാം. അങ്ങനെ വേണ്ട. ഒരു 1/4 കിലോ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ 20-25 ആ ഒരു റേഞ്ചേ വരത്തുള്ളൂ. ഇതുപോലെ ചെറിയ പീസായിട്ട് നെല്ലിക്ക അരിഞ്ഞിട്ട് ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് ഹണിയും കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് വച്ചേക്കുക. ഒരു 2 ദിവസമൊക്കെ വച്ചേക്കുക. കുഴപ്പമില്ല അടുത്ത ദിവസം എടുത്താലും. എന്നാലും 2 ദിവസം വെച്ചിരുന്ന ഹണിയൊക്കെ അതിൽ ആഡ് ആയിക്കോളും, ചേർന്നോളും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതേ അളവിൽ ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഡെയിലി കഴിക്കുക. നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ബെസ്റ്റ് പാർട്ടാണ് കേട്ടോ. നെല്ലിക്ക ഡെയിലി കഴിക്കാൻ നോക്കുക. വൈറ്റമിൻ സി പ്രോഡക്റ്റ് കൂടെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഫേസിൽ നെല്ലിക്ക പൗഡർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, കുറച്ച് 1 സ്പൂൺ വരുന്ന നെല്ലിക്ക എടുക്കുക, പൗഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഹണി മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് കുറച്ച് യോഗട്ട്. മിക്സ് ചെയ്യാൻ വേണ്ട അളവിന് യോഗട്ടും കൂടി എടുക്കുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി ഒരു 15-20 മിനിറ്റ്സ് ഇട്ടിരുന്ന സ്കിൻ ടെക്സ്ചർ മാറാൻ നല്ലൊരു ഐറ്റം അല്ലെങ്കിൽ നല്ലൊരു ഫേസ് പാക്കാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. പിന്നെ നെല്ലിക്ക പ്രശ്നമില്ല എങ്കിൽ നമുക്ക് നെല്ലിക്ക ടോണർ യൂസ് ചെയ്യാം. അതെന്തിനൊന്നോ സ്കിൻ്റെ എന്താ പറയുക ഹൈഡ്രേറ്റ് ആകാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ലൊരു സാധനം നെല്ലിക്കയാണ്. അതിൽ വേണ്ടത് 1 സ്പൂൺ വരുന്ന നെല്ലിക്ക പൗഡർ എടുക്കുക. അതുപോലെ തന്നെ 1 ഗ്ലാസ് വരുന്ന വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് ഈ ഒരു പൗഡർ, ആംല പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചേക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചേക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം അത് യൂസ് ചെയ്യാം. ഇത് ഫേസിൽ നല്ലൊരു ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്ന നമ്മുടെ പൊല്യൂഷൻ, നല്ല രീതിയിൽ പൊല്യൂഷൻ ഉണ്ട്. അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഏറ്റവും നല്ല സാധനം ഈ ഒരു പാക്കും ടോണറുമാണ്. നിങ്ങൾ ഡെയിലി ഈ ഒരു ടോണർ യൂസ് ചെയ്യാൻ, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്യുക. വീക്ക്ലി വൺസ് ഞാൻ പറഞ്ഞ ഈ ഒരു പാക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഇത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റ് കൂടെയാണ്. നല്ലൊരു സ്കിൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കയ്യിലെ ചുളിവ് മാറാനും ഈ ഒരു പ്രോഡക്റ്റ് നന്നായിരിക്കും, ആംല എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ദിവസങ്ങളിൽ സ്ക്രബ് അങ്ങനെ ചെയ്യേണ്ട, ജസ്റ്റ് ഇട്ടതിന് ശേഷം തണുത്തുള്ളിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ കയ്യിലൊരു 15-20 മിനിറ്റ്സ് ഇട്ടതിന് ശേഷം ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ ഫേസിൽ വേണ്ട. ഇത് മാത്രം ട്രൈ ചെയ്തു. നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോഡക്റ്റാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ കഴിക്കേണ്ടത് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഡെയിലി എടുത്ത് ഹണിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നെല്ലിക്ക വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഡെയിലി ഒരു നേരം ഇതുപോലെ കഴിക്കാം. നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഒരു ഹെയർ ഫോളിനും പിന്നെ ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. ഹെൽത്ത് ഇഷ്യൂസ് വേറെ ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ